കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം. ഒരു രാജാവിൻ്റെ കഥ കേട്ടാലോ? കഥയുടെ പേര് വേഷം മാറിയാലും. അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ ഉളയ്ക്കൽ. ടാൻ യോങ് എന്ന രാജാവ് ഒരിക്കൽ വേഷം മാറി ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അതിനിടെ അദ്ദേഹത്തിന് വല്ലാത്ത ദാഹം തോന്നി. വഴിയരികിൽ കണ്ട ഒരു വീട്ടിൽ കയറി രാജാവ് കുറച്ച് വെള്ളം ചോദിച്ചു. വാങ് എന്ന കൃഷിക്കാരൻ്റെ വീടായിരുന്നു അത്. അയാൾ വെള്ളം കൊടുത്തു. രാജാവിന് വലിയ ആശ്വാസമായി. പിറ്റേന്ന് രാജാവ് വാങ്ങിനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. പേടിച്ചു വിറച്ചാണ് വാങ് രാജാവിനെ മുഖം കാണിച്ചത്. രാജാവ് ദേഷ്യം നടിച്ചു ചോദിച്ചു, എന്തിനാണ് വിളിപ്പിച്ചതെന്ന് മനസ്സിലായോ? ക്ഷമിക്കണേ, ഇന്നലെ അടിയൻ തന്ന വെള്ളം മതിയാകാതെ വന്നതുകൊണ്ടാണോ? ഒരു പാത്രം വെള്ളം അങ്ങേക്ക് തന്നുവിടേണ്ടതായിരുന്നു, അതും ഞാൻ വിട്ടുപോയി. ടാൻ യോങ് അമ്പരന്നു. ഇന്നലെ വന്നത് ഞാനാണെന്ന് എങ്ങനെ മനസ്സിലായി? മടിച്ച് വാങ് പറഞ്ഞു, പ്രഭു, വെള്ളം കുടി കഴിഞ്ഞ് പാത്രം അകത്തു കൊണ്ടുവയ്ക്കൂ എന്ന് പറഞ്ഞില്ലേ? ഒരു രാജാവിൻ്റെ ആജ്ഞാശക്തി അതിലുണ്ടായിരുന്നു. പെരുമാറ്റം മാറുന്നില്ലെങ്കിൽ എത്ര വേഷം മാറിയിട്ടും കാര്യമില്ല. ടാൻ യോങ്ങിന് മനസ്സിലായി. നന്ദി പറയുന്നതിന് പകരം അധികാരഭാവത്തിൽ പെരുമാറിയതിന് അദ്ദേഹം വാങ്ങിനോട് ക്ഷമ ചോദിച്ചു. സമ്മാനങ്ങളും കൊടുത്തു. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്റ്റോറി അങ്കിൾ.